എനിക്ക് വയ്യ, കുത്തി കുത്തി എന്റെ സ്ക്രീൻ പൊളിച്ചു. ടിങ്കു വരുന്നു. ഓ, തീരെ ചാർജ് ഇല്ലല്ലോ എന്റെ ഫോണില്. ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കാണാനും പറ്റിയില്ല. പുതിയ ഫോൺ മേടിക്കണം എന്ന് കുറെ നാളായി ആഗ്രഹിക്കുന്നു. ഇപ്പോഴാ സമാധാനമായത്. ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല. ലോകത്തുള്ള എല്ലാ ആപ്പും എന്റെ കയ്യിലുണ്ട്. ഒരു ദിവസം മുഴുവനും കിട്ടിയ കുത്തി കുത്തിയിരിക്കും. ടിങ്കുവിന്റെ ഡെയിലി റൂട്ടീൻ ഞാൻ പറയാം. കേൾക്കുമ്പോൾ എന്റെ അവസ്ഥ നിങ്ങൾക്കും മനസ്സിലാകും. അലാറം അടിച്ച ഉടനെ എന്നെ തുറന്നു നോക്കും. തലേ ദിവസം ഉറങ്ങിയ ഗ്യാപ്പിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി അതിൽ കുത്തിപ്പിടിച്ച് കുറെ നേരം ഇരിക്കും. ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും നടക്കുമ്പോഴും എന്തിന് ബാത്റൂമിലെ കലാപരിപാടികൾ വരെ ഞാൻ കാണേണ്ടി വരുന്ന എന്റെ അവസ്ഥ. ഉറങ്ങാൻ കിടക്കുമ്പോൾ റീൽസ് നോക്കി ഇങ്ങനെ കിടക്കും. അവസാനം ഞാൻ ആളുടെ മുഖത്ത് അടിച്ചു വീഴുമ്പോൾ എന്നെ മാറ്റി വെച്ച് കിടക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൊട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഏകദേശം എന്റെ അവസ്ഥ പിടികിട്ടിയല്ലോ. നിങ്ങൾ ആരെങ്കിലും ടിങ്കുവിനെ പോലെയാണോ? ശരിക്കും ആലോചിക്ക്. ഞാൻ ഇപ്പൊ വരാം. മൊബൈൽ ഫോൺ ചാർജിലിട്ടിട്ട് ടിങ്കു ഒട്ടും ക്ഷമയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഓ, 30% ആയുള്ളൂ. ഈ മൊബൈലിനെ കൊണ്ട് തോറ്റു. സാരമില്ല, 1% ആകുമ്പോ വീണ്ടും കുത്തിയിടാം. അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് ടിങ്കു അടുത്ത എപ്പിസോഡ് കാണാൻ പോയി. ആ സമയം അവിടെ ഒരാഴ്ചയായി പൊടി പിടിച്ചിരുന്ന ബൈബിൾ വരുന്നു. പാവം ഹവ ഫോൺ ഒരു റെസ്റ്റും കിട്ടുന്നില്ല. എന്നെ നോക്ക്, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞാൻ ഈ മൂലയ്ക്കിരിക്കുക. പൊടി വൃത്തിയാക്കാൻ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ പറ്റി ദൈവവചനം പറയുന്നത് എന്താണ് എന്നറിയാമോ? നോഹയുടെ കാലത്ത് മനുഷ്യർ ഭൂമിയിൽ തങ്ങൾക്ക് ബോധിച്ച പോലെ നടന്നു. ഉൽപ്പത്തി 6:3 പറയുന്നു, അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കില്ല. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണം ഒക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. അങ്ങനെ ഭൂമിയെ ദൈവം പ്രളയത്താൽ നശിപ്പിച്ചു. നീതിമാനായ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. ലോത്തിന്റെ കാലത്തും അങ്ങനെ തന്നെ നടന്നു. ദൈവം കരുണയും ദീർഘക്ഷമയും ഉള്ളവൻ ആകയാൽ ഈ ഭൂമിയെ ദൈവത്തിന്റെ ക്രോധത്തിൽ നശിപ്പിക്കുന്നതിന് മുൻപായി എപ്പോഴും ദൈവം മുന്നറിയിപ്പുകൾ കൊടുക്കും. യെശയ്യാവ് 55:6 പറയുന്നത് പോലെ, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോടെ ആയിരിക്കാം. ഞാനൊരു ദൈവസൃഷ്ടിയല്ല, ഒരു മനുഷ്യനിർമ്മിത യന്ത്രമാണെങ്കിലും എനിക്കറിയാം ദൈവത്തിന്റെ വലുപ്പം. ദൈവത്തെ മറന്ന് ജീവിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഭാരമാകും എന്നാണ് ഗുളുഗുളു അമ്മച്ചിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്കെന്തായാലും നിങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. എനിക്കതിന് താല്പര്യവും ഇല്ല. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മുതലായ എല്ലാ ആപ്പും എന്റെ കയ്യിലുണ്ടാകും. ആ പൊടി പിടിച്ചിരിക്കുന്ന ബൈബിളാണോ
അതോ വെട്ടിത്തിളങ്ങുന്ന സ്ക്രീനുമായി ഇരിക്കുന്ന ഞാനാണോ വേണ്ടിയത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.